പ്ലെയിനിൽ വെച്ച് നിസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് ഇന്നലെ മിഞ്ഞാന്ന് ആരോ ചോദിച്ചു. ഞാൻ ഒറ്റവാക്കിൽ പറയുന്നു, പ്ലെയിനിൽ വെച്ച് നമ്മളൊക്കെ നിസ്കരിക്കലുണ്ട്. നിസ്കരിക്കണമെന്ന് വിചാരിച്ചാൽ നിസ്കരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം റമദാനിൽ വരുമ്പോഴും പ്ലെയിനിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ട്. അതേസമയത്ത് അതേ പ്ലെയിനിൽ തന്നെ 100 കണക്കിന് മുസ്ലിമീങ്ങളുണ്ട്. ഞാൻ നിസ്കരിച്ചതിന്റെ ശേഷം ഒരു 2-3 നാൾ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. വേറെ മുസ്ലിമീങ്ങൾ അധികം നിസ്കരിച്ചിട്ടില്ല. വല്ലാത്ത സങ്കടം. ഇപ്പോൾ ഈ ഉച്ചക്ക് വരുന്ന പ്ലെയിൻ ഉണ്ട് ദുബായിൽ നിന്നും ഷാർജയിന്നൊക്കെ. ദുബായിൽ നിന്നുണ്ട്, ഷാർജയിൽ നിന്നൊന്നും എനിക്കറിയില്ല, അബുദാബിന്ന് കണ്ടു തോന്നുന്നു. ഉച്ചക്ക് വരുന്ന പ്ലെയിനിൽ കയറുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ നാട്ടിലെത്തിയിട്ട് തന്നെ നിസ്കരിക്കാം, അല്ലെങ്കിൽ അവിടെ നിന്ന് നിസ്കരിച്ചിട്ട് വരാൻ ചിലപ്പോൾ സൗകര്യം ഉണ്ടാവും. സുബഹി പ്ലെയിനിൽ കുടുങ്ങി പോകുമ്പോഴാണ് വലിയ ബുദ്ധിമുട്ട് വരുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ പറയുന്നു, നമ്മൾക്ക് എന്താ ചെയ്യലോ എന്ന് പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. നമ്മൾ എയർപോർട്ടിൽ എത്തിയാൽ വൈകിട്ടാണ് എത്തുന്നതെങ്കിലും ഇല്ലെങ്കിലും പലപ്പോഴും ഡ്യൂട്ടി ഫ്രീ പോകില്ല, പിന്നെ ബാത്റൂമില്ല. എയർപോർട്ടിൽ എത്തിയാൽ ബോർഡിംഗ് പാസ് വാങ്ങിയതിനു ശേഷം ഒന്ന് ബാത്റൂമിൽ പോകും, എന്നിട്ടൊരു ഒന്നുകൊടുക്കും. എന്തായാലും പ്ലെയിനിൽ പോവല്ലേ, ഒരു ഒന്നുകൊടുക്കും, നല്ലതില്ല. ഒരു ഒന്നുകൊടുക്കും, ഒന്ന് സ്റ്റോക്ക് ചെയ്യും. അങ്ങനെ ഒന്ന് സ്റ്റോക്ക് ചെയ്തു. രാത്രി 2 മണിന്റെ പ്ലെയിനാ ഷാർജയിൽ നിന്ന് അല്ലെങ്കിൽ ദുബായിൽ നിന്ന് ഒന്ന് സ്റ്റോക്ക് ചെയ്തു. സുബഹി ആകുന്നത് എങ്ങനെയാ മനസ്സിലാകുക? ദുബായിലെ സമയമല്ല പ്ലെയിനിൽ, കേരളത്തിലതുമല്ല. കാരണം 1.5 മണിക്കൂർ നമുക്ക് വ്യത്യാസമുണ്ട്, ടൈം സമയവും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ പ്ലെയിനിലെ സമയം കേരളത്തിലെ ടൈമും അല്ല, ദുബായിലെ ടൈമും അല്ല. ഒറ്റ കലണ്ടറിലും ഉണ്ടാവില്ല. സുബഹി ആയത് എങ്ങനെയാ മനസ്സിലാകുക? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം റമദാനിൽ നോമ്പ് നോറ്റിട്ട് അങ്ങോട്ട് പോയത്. അപ്പൊ പ്ലെയിനിൽ കയറിയ ഉടനെ തന്നെ പ്ലെയിനിന് നോമ്പോർക്കാനുള്ള സാധനം കൊണ്ടെത്തന്നു. കൊണ്ടെത്തന്ന പെണ്ണ് പറയാന് നോമ്പ് തുറക്കേണ്ടത് 6:15. ഞാൻ പറഞ്ഞ അല്ലേ അല്ല, എന്നെ പഠിപ്പിക്കാന് 6:15 അല്ലേ അല്ല. പിന്നെ അവൾ ഇവിടുന്ന് ചോദിച്ച് പഠിച്ചതാ കോഴിക്കോട്ടിന് എപ്പാ നോമ്പ് തുറക്കേണ്ടത്. കോഴിക്കോട്ട് നോമ്പ് തുറക്കേണ്ട സമയത്തല്ല പ്ലെയിൻ നോമ്പ് തുറക്കേണ്ടത്. പ്ലെയിനിലായതുകൊണ്ടല്ല, മറ്റേ കോഴിക്കോട്ട് നമ്മൾ വിട്ടെത്രയോ അപ്പുറത്തിപ്പോവും. അപ്പൊ 6:15 ഇവിടെ നോമ്പ് തുറക്കുമ്പോ 6:15 നോക്കിയാൽ സൂര്യൻ നല്ല ജോറായിട്ട് ഇങ്ങനെ കത്തുന്നത് കാണാം. മഗ്രിബാണെ സൂര്യൻ അസ്തമിക്കണം. സുബഹിയാകണമെങ്കിൽ അതിന് ഫജ്ർ സാദിഖ് വെളിവാകണം. ഇതെങ്ങനെയാ മനസ്സിലാകുക? ഒരു പ്രശ്നമില്ല, പ്ലെയിനിന്റെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാകുക. നമ്മൾ മഗ്രിബിന്റെ സമയത്ത് പടിഞ്ഞാറോട്ട് നോക്കിയാൽ സൂര്യൻ അസ്തമിക്കുന്നത് ശരിക്കും നമ്മളെ കണ്ണുകൊണ്ട് കാണാം. പ്ലെയിനിൽ സൂര്യൻ ഇങ്ങനെ താണ് വന്ന് അവസാനം കടലിൽ പോയി അവസാനം ഒരൊറ്റ ആത്മഹത്യ എന്ന പോലെ കടലിലൊരൊറ്റ മുങ്ങലും ഖലാസ്, പിന്നെ സൂര്യനില്ല, അസ്തമിച്ചു കഴിഞ്ഞ്. അപ്പൊ ഈ സൂര്യൻ കടലിലേക്ക് അങ്ങ് മുങ്ങുപോലെ നമുക്ക് തോന്നും. സംഗതി കടലിൽ മുങ്ങുന്നതല്ല, ഭൂമിന്റെ അങ്ങേ ഭാഗത്തേക്ക് പോകുന്നതാണ്. അപ്പൊ ഞാൻ ഭൂമി തിരിയുന്നത് കൊണ്ട് അങ്ങേ ഭാഗത്ത് പോകുന്ന പോലെ നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഇരിക്കട്ടെ, പറഞ്ഞു വന്നത് അങ്ങനെ ഈ സൂര്യൻ അസ്തമിക്കുന്നത് ശരിക്കും കാണാം. അത് കണ്ടതിന് ശേഷം മഗ്രിബ് നിസ്കരിക്കാൻ പറ്റുള്ളൂ, അപ്പോഴേ നോമ്പും തുറക്കാൻ പറ്റും. നമ്മളെ നാട്ടിലെ ടൈം നോക്കിയിട്ട് നോമ്പ് തുറക്കാൻ പറ്റൂല. ഇത് പഠിക്കണം. ഇതുപോലെ സുബഹിന്റെ സമയത്ത് നമ്മൾ കിഴക്കോട്ട് നോക്കിയാൽ മതി. കിഴക്കോട്ട് നോക്കിയാൽ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോ മെല്ലെ ചുവപ്പ് മെല്ലെ പൊട്ടിങ്ങനെ വിടർന്ന് വരുന്നത് കാണാം. ഇടക്കിടക്ക് പോയിട്ട് ഇങ്ങനെ നോക്കണം. ഏകദേശ സമയമായാൽ പോയി നോക്കണം. അപ്പൊ ഇങ്ങനെ പൊട്ടി വിടരുന്നത് കാണും. അങ്ങനെ ചുവപ്പ് പൊട്ടി വിടരുമ്പോൾ അത് ഫജ്ർ സാദിഖ് വെളിവായി, പിന്നെ സുബഹിയായി. ഇനിയിപ്പോ ഖിബല എങ്ങനെയാ മനസ്സിലാകുക? നമ്മളടുത്ത് അത് മനസ്സിലാക്കാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ നമ്മൾ പ്ലെയിനിൽ തന്നെ പ്ലെയിൻ പറപ്പിക്കുന്ന പൈലറ്റിനോട് ചോദിച്ചാൽ മതി. അവരെന്നെ പറഞ്ഞു തരും പടിഞ്ഞാറെങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ മതി. എന്നാ അവരെന്നെ പറഞ്ഞു തരും. അവർ പറയണമെന്നില്ല, നമുക്കൊന്നും ചെയ്യും. ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ ഏകദേശം പ്ലെയിനിന്റെ പിൻഭാഗത്തേക്കായിരിക്കും ഖിബല വരിക. കുറച്ച് തെറ്റേണ്ടി വരും. അത് അവരും പറഞ്ഞു തരും. ഏകദേശ സമയത്തും അങ്ങനെ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഉണ്ടാകുന്ന വളരെ കുറച്ചേ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒതുവെടുത്തിട്ട് മുസ്ലിയാരെ ഒതുവെടുത്തിട്ട് ഇപ്പൊ സീറ്റ് മേലിരുന്നാ ഉറങ്ങിപ്പോയില്ല. ബാഗിൽ വന്നിട്ട് ഉറങ്ങുന്ന കമ്പനിയാണ്. പിന്നെ പ്ലെയിനിലാണ് ഇരുന്നിട്ട് ഉറങ്ങാതിരിക്കുന്നത്. എന്നാൽ ഇരിപ്പടം ഉറപ്പിച്ചിരുന്നവന്റെ ഇരുത്തം കൊണ്ട് ഒതുമുറിയുകയില്ലെന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഇല്ലാ നൗമമുമക്കിനിമ്മക്കേദഹു, ഇരിപ്പടം ഉറപ്പിച്ചിരുന്നവന്റെ ഉറക്ക് കൊണ്ട് ഒതുമുറിയില്ല. അതായത് ഒതുമുറിയണമെങ്കിൽ മലദ്വാരത്തിലൂടെ കാറ്റ് പോകാനുള്ള സംവിധാനം വേണം, സൗകര്യം വേണം. അതില്ലാത്ത നിലക്ക് മലദ്വാരം ശരിക്ക് പ്രസ് ചെയ്ത് ഇരിക്കുന്ന മനുഷ്യന്റെ മലദ്വാരത്തിലൂടെ കാറ്റ് പോകാനുള്ള സൗകര്യമുണ്ടാകില്ല.
ആ വിധത്തിൽ ഇരുന്നു കൊണ്ട് ഉറങ്ങിപ്പോയാലും അത് ചാരിയിട്ടാണെങ്കിലും വുളു അതുകൊണ്ട് ഉറങ്ങിപ്പോയാലും വുളു അതുകൊണ്ട് ആ വുളു കൊണ്ട് തന്നെ നമുക്ക് നിസ്കരിക്കാൻ പറ്റും. ഇനി ഇതൊന്നുമില്ലെങ്കിൽ പ്ലെയിനിൽ തന്നെ ബാത്റൂമുണ്ട്, ആ ബാത്റൂമിൽ പോയി വുളു എടുത്തിട്ടും നമുക്ക് നിസ്കരിക്കാൻ പറ്റും. ഏതായാലും പ്ലെയിനിൽ വെച്ചും നിസ്കാരം കളാക്കാറുള്ള വകുപ്പില്ല. പ്ലെയിനിലും കൃത്യമായി തന്നെ നിസ്കരിച്ചോളണം. അല്ലെങ്കിൽ നിസ്കാരം കളാകാതെ വരാൻ പറ്റുന്ന പ്ലെയിനിൽ കയറിക്കോളണം. നിസ്കാരം ഒഴിക്കാൻ ഒരു വകുപ്പും ഇല്ല. ഇതുകൊണ്ടാണ് സഹോദരന്മാരെ പരിശുദ്ധ ഖുർആൻ യുദ്ധം തിങ്ങിവെട്ടുന്ന സമയത്ത് പോലും ഓടിയിട്ടും ചാടിയിട്ടുമെങ്കിലും നിസ്കരിക്കണമെന്ന് പറഞ്ഞത്. ശത്രുക്കൾ വാളും കൊണ്ടുവരുന്ന സമയത്ത് ആ ഓടുന്ന ഓട്ടത്തിൽ നിസ്കരിക്കണം. ഓടിക്കൊണ്ട് നിസ്കരിക്കണം, ചാടിക്കൊണ്ട് നിസ്കരിക്കണം. നിസ്കാരം സമയം തെറ്റിക്കാൻ ഒരനുമതിയും കിട്ടിയിട്ടില്ല. ഈ കാര്യം നമ്മുടെ മനസ്സിന് ബോധം വേണമെന്ന് ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ.